സുഹൃത്തുക്കളെ നമസ്കാരം. അദാനി ഗ്രൂപ്പിൽ 20,000 കോടി നിക്ഷേപിച്ച ആ വിദേശ നിക്ഷേപകൻ ആരാണ് എന്ന ചോദ്യത്തിന് സെബിയുടെ കയ്യിൽ പോലും ഉത്തരം ഇല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അജ്ഞാതനായ ആ ഒരു നിക്ഷേപകൻ അദാനി ഗ്രൂപ്പിനെ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതിലൂടെയാണ് അവർക്ക് ആ ഒരു FPO എന്ന ഒരു കൺസെപ്റ്റ് ഉപേക്ഷിക്കാനും മാന്യമായ രീതിയിൽ അത് നിർത്തലാക്കാനും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കാനും സാധിച്ചത്. എന്തായാലും സെബിയുടെ കയ്യിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഏതാണ് ഈ നിക്ഷേപകൻ എന്നതിനെക്കുറിച്ച് വിവരം ഇല്ല. അതുപോലെ അത് ശേഖരിക്കണം എന്ന് സെബിയുടെ റൂളിൽ ഇല്ല എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പല വാർത്തകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൂടാതെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഫെഡറൽ ബാങ്ക് വഴി ഗൂഗിൾ പേ അല്ലെങ്കിൽ UPI ട്രാൻസാക്ഷൻ നടത്തുന്നവർക്ക് ഒരു അലേർട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഫെഡറൽ ബാങ്കിൻ്റെ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ കണ്ടിരുന്നു. അതായത് കേന്ദ്ര ഏജൻസികളുടെ നിർദ്ദേശാനുസരണം അവർ വ്യക്തികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അത് തീർച്ചയായിട്ടും അത് നിയമ സംവിധാനങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏതൊരു ബാങ്കിനും അത് ചെയ്യാനേ പറ്റുള്ളൂ. മറ്റതിനെ എഗെയിൻസ്റ്റ് ആയിട്ടൊന്നും തന്നെ അവർക്ക് പറയാനും സാധിക്കില്ല. പക്ഷേ അത്ഭുതകരമായ കാര്യം ഫെഡറൽ ബാങ്കിൽ മാത്രമാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ട് അതങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് അറിയില്ല. മിക്ക കേസുകളിലും അക്കൗണ്ട് ഫ്രീസ് ആയതിനു ശേഷം ബാങ്കിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഗുജറാത്തിലോ മഹാരാഷ്ട്രയിലോ ഉള്ള ഏതെങ്കിലും ഒരു സൈബർ സെല്ലിൻ്റെ അഡ്രസ്സും ഒരു ഇമെയിൽ അഡ്രസ്സും ഒരു ഫോൺ നമ്പറുമാണ് അവർക്ക് മറുപടിയായിട്ട് ഈ ഉപഭോക്താവിന് ബാങ്ക് നൽകുന്നത്. ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിധത്തിലുള്ള സഹകരണവും ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഫെഡറൽ ബാങ്ക് ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് കേന്ദ്ര ഏജൻസികൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞങ്ങൾ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നത് എന്നാണ്. ഇതിൽ രസകരമായ കാര്യം ഗുജറാത്തിൽ എവിടെയോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ എവിടെയോ ഉള്ള ഒരാൾ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര രൂപ UPI വഴി ഇന്ന് അക്കൗണ്ടിലേക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാശ് ഏത് അക്കൗണ്ടിൽ പോയിട്ടുണ്ടോ ആ അക്കൗണ്ടും അതുമായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാ അക്കൗണ്ടുകളും തേർഡ് ലെവൽ ഫോർത്ത് ലെവൽ വരെയുള്ള ഇൻട്രാക്ഷൻ്റെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്യാണ്. അപ്പോൾ ഏറ്റവും ആദ്യം പരാതി കൊടുത്ത ആൾക്ക് എത്ര രൂപയാണോ നഷ്ടപ്പെടുന്നത് അത്രയും രൂപ തിരിച്ചു കൊടുത്ത് ആർക്കാണോ പെട്ടെന്ന് ഇത് അൺഫ്രീസ് ചെയ്ത് കിട്ടുന്നത് അത്യാവശ്യക്കാരനാണെങ്കിൽ നേരെ പോയി എവിടെ നിന്നാണോ ആ പരാതിക്കാരനെ കണ്ടുപിടിച്ച് അയാൾക്ക് ആ തുക കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ട് അയാളുടെ പരാതി പിൻവലിച്ചതിന് ശേഷം മാത്രമേ ഇത്ര ആൾക്കാരുടെ അക്കൗണ്ട് അൺഫ്രീസ് ആവുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റിലൊന്ന് അറിയിക്കുക. കാരണം എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിൻ്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഞാനും കണ്ടതാണ്. അവരുടെ ലെറ്റർ ഹെഡിൽ വരുന്നത് അതായത് കേന്ദ്ര ഏജൻസികൾ ആവശ്യപ്പെടുന്ന പ്രകാരമാണ് ഞങ്ങൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നത് എന്നുള്ളത്. എന്തായാലും UPI ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഷോപ്പ് ഉടമകളൊക്കെ ഭയങ്കരമായിട്ട് ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അവരുടെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഏതെങ്കിലും രീതിയിൽ കടയിലൊക്കെ വന്ന ആൾക്കാർ പേ ചെയ്യുമ്പോൾ ഇയാൾ ഏതെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റിയിലുള്ളതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇയാൾ ഇങ്ങനെ ഒരു സ്കാമിൽ പെട്ട ആളാണോ എന്നും കടക്കാർക്ക് അറിയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും അവർ UPI പേയ്മെൻറ്റ് സ്വീകരിക്കും. അതോടുകൂടി ആ കടക്കാരൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആവും. കടക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് ആരൊക്കെ കാശ് അയച്ചിട്ടുണ്ട് അവരുടെയൊക്കെ അക്കൗണ്ട് ഫ്രീസ് ആവും. അങ്ങനെ അത് ലിങ്ക് ചെയ്ത് ഒരു ചെയിൻ പോലെ അങ്ങ് പോകുന്നൊരു സംവിധാനമാണ്. ഒത്തിരി പേര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ അക്കൗണ്ട് ഫ്രീസ് ആവുന്നത്. പക്ഷേ അത് കേരളത്തിൽ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലല്ല, നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അക്കൗണ്ട് ഫ്രീസ് ആവുന്നത് എന്നാണ് അറിയാൻ പറ്റിയത്. എന്തായാലും ട്രേഡേഴ്സൊക്കെ ചിലപ്പം ചില സമയത്ത് നല്ലപോലെ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇത് ഫ്രീസ് ആയിക്കഴിഞ്ഞാൽ ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് കാര്യമായ ഒരു സപ്പോർട്ട്, കാരണം അവർക്കും അതിനകത്ത് ഒന്നും ചെയ്യാനില്ല എന്ന രീതിയിലാണ് അവർ പറയുന്നത്. പിന്നെ നമ്മൾ ഗുജറാത്ത് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലുള്ള എവിടെയാണോ ഈ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അവിടെ ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ചിട്ട് അതിന് എന്താണോ കോമ്പൻസേഷൻ അത് കൊടുത്ത് തീർക്കണം. നമ്മൾ ചെയ്ത കുറ്റം അല്ലെങ്കിൽ കൂടി നമ്മൾ ചിലപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണോ അത് തീർക്കാൻ പറ്റുന്നത് അവരുമായി ബന്ധപ്പെട്ടിട്ട് തീർക്കേണ്ടി വരും. ഇതിന് പ്രധാന പ്രശ്നം ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാത്ത ആൾക്കാർക്ക് അൺഫ്രീസ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇത്രയധികം അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് മുന്നോട്ട് പോക്ക് നടക്കില്ലല്ലോ. ഒരു ബാങ്കിന് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ. സ്വാഭാവികമായിട്ടും ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഏതൊക്കെ രീതിയിലുള്ള ഇതിനൊരു നിയമസാധുത തേടുന്നുണ്ടാവും. നമുക്ക് എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. പക്ഷേ അക്കൗണ്ട് ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നി. കാരണം എനിക്കും ബാങ്ക് അക്കൗണ്ട് ഉള്ളത് ഫെഡറൽ ബാങ്കിലാണ്. ഇൻ കേസ് ആരെങ്കിലും ഇതേപോലെ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടും ഫ്രീസ് ആയി പോകും. എനിവേ നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് പോവാം. ഇന്ന് 2023 ഏപ്രിൽ 17 തിങ്കളാഴ്ച
ഒരാഴ്ചയുടെ തുടക്കമാണ്. അപ്പോൾ നിഫ്റ്റിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. നിഫ്റ്റി ഇന്നലെ അവസാനിച്ച, അതായത് വെള്ളിയാഴ്ച അവസാനിച്ച 17,828 നിന്ന് 35 പോയിന്റ് ഗ്യാപ്പോട് കൂടി 17,863 ഇന്ന് ആരംഭിച്ചത്. 17,863, അതായത് ഡേ ഓപ്പൺ ഈസ് ഈക്വൽ ടു ഡേ ഹൈ ആണ്. അതായത് ഒരു പുട്ട് വാങ്ങിച്ച് അവിടെ ഇരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഡേ ലോ വന്നിരിക്കുന്ന 17,574 നല്ല മൂവ്മെൻറ്റ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് 288 പോയിന്റിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റ്, അതായത് 1.62% ഇൻട്രാഡേ മൂവ്മെൻറ്റ് കിട്ടുന്നതിന് വളരെ ഡീസൻറ്റ് മൂവ്മെൻ്റ് ആണ്. കാരണം നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഓപ്ഷൻ ബയേഴ്സിന് സാധിക്കുന്ന ഒരു മൂവ്മെൻ്റ് ആണ് 1%. അപ്പോൾ 1.62% കിട്ടിയിട്ടുണ്ട്, നല്ല മൂവ്മെൻ്റ് ആണ്. എന്തായാലും 156 പോയിന്റ് നഷ്ടത്തോടു കൂടി 17,706 ഇന്ന് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 42,132 നിന്ന് 471 പോയിന്റ് ഗ്യാപ്പോട് കൂടി 42,603 ഇന്ന് ആരംഭിച്ചത്. 42,603, അത് ഡേ ഹൈ ഇസിക്കൽ ടു ഡേ ഓപ്പണിംഗ് തന്നെയാണ്. 42,603 ഡേ ഹൈയും 41,799 ഡേ ലോയും വന്നത് വഴി 804 പോയിന്റ്, അഥവാ 1.89% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. സൂപ്പറായിരുന്നു ഇന്നത്തെ ദിവസം. എന്തായാലും 341 പോയിന്റ് നഷ്ടത്തോടു കൂടി 42,262 ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിട്ടുണ്ട്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,854 നിന്നും 249 പോയിന്റ് ഗ്യാപ്പോട് കൂടി 19,103 ഇന്ന് ആരംഭിച്ചത്. 19,103 തന്നെയായിരുന്നു ഡേ ഹൈ. അതേപോലെ 18,665 ഡേ ലോ വന്നിരിക്കുന്നത്. ഇതുവഴി 438 പോയിന്റിൻ്റെ, അഥവാ 2.3% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,103 നിന്നും 276 പോയിന്റ് നഷ്ടത്തോടു കൂടി 18,827 ഇന്ന് ഫിൻ നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് ഇന്ന് രാവിലെ ഓപ്പൺ ആയത് 11.91 13.27 ഡേ ഹൈയും 11.91 ഡേ ലോയും വന്നു. ഇനി 3.02% വൊളാറ്റിലിറ്റി വർദ്ധിച്ചുകൊണ്ട് 12.27 ഇന്ന് ഇന്ത്യ വിക്സ് അവസാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ്, SBIN, പവർ ഗ്രിഡ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, PFC, നെസ്ലെ ഇന്ത്യ, IDFC ഫസ്റ്റ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ടെക് മഹീന്ദ്ര, L&T, ഇൻഫോസിസ്, HCL ടെക്, അതായത് IT കമ്പനികളെല്ലാം തന്നെ 2% കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ ഇൻഫോസിസ് 9.5% നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയൊരു ഡൗൺഫോൾ തന്നെയാണ് അതിലുണ്ടായിട്ടുള്ളത്. ഇനി ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 13,387 കോടിയുടെ ബൈങ്ങും 13,920 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 533 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവരുടെ സംഭാവന ഉണ്ടായത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 8,330 കോടിയുടെ ബൈങ്ങും 860 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 270 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ടുഗദർ നോക്കുകയാണെങ്കിൽ 263 കോടി രൂപ മാർക്കറ്റിൽ നിന്നും പുറത്തേക്ക് പോയിട്ടാണ്, അതായത് നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ നിന്ന് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് 38,840 രൂപയാണ് ഇന്ന് ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 38.84%. ഏകദേശം 15ഓളം ട്രേഡുകൾ ഇന്ന് എടുത്തിട്ടുണ്ട്. ഈ മാസം ഇതുവരെ ആയിട്ട് 1,52,828 രൂപയാണ് ഞങ്ങൾ പ്രോഫിറ്റായിട്ട് എടുത്തിരിക്കുന്നത്. 1 ലക്ഷം രൂപയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ക്യാപിറ്റൽ. ഇനി ലെവൽസ് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ ആയിരുന്നു. അപ്പോൾ ഏതൊരാൾക്കും ഒരു പുട്ട് ബൈ ചെയ്തിട്ട് കാത്തിരിക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആവുന്ന ഒരു ദിവസമായിരുന്നു. എന്തായാലും അതവിടെ കഴിഞ്ഞു പോയത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയിരിക്കുന്നത് ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് ഒരു വലിയ ക്യാൻഡിൽ താഴോട്ട് വരികയാണ് ചെയ്തത്. ഇവിടെ സപ്പോർട്ട് 3ൽ കൃത്യമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ കാണാം. സപ്പോർട്ട് 3ൽ വന്നിട്ട് സപ്പോർട്ട് എടുത്തു, S2ലേക്ക് വീണ്ടും കയറിപ്പോയി, മറ്റൊന്നും സംഭവിച്ചില്ല. ഇന്ന് ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ച ആ ഒരു ലെവലിൽ പോയിട്ട് മാർക്കറ്റ് അവസാനിച്ചു. അതായത് S1ൻ്റെ അടുത്തായിട്ട് മാർക്കറ്റ് നിഫ്റ്റി ഇന്ന് അവസാനിച്ചു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും മറിച്ചല്ല, ഇന്ന് നമ്മൾ ഔട്ട് ഓഫ് റേഞ്ച് ആയിട്ട് ഓപ്പൺ ആയി. അത് നേരെ ഇറങ്ങി വന്നിട്ട് നമ്മളുടെ ബ്രേക്ക് അല്ലെങ്കിൽ നോ ട്രേഡ് സോൺ വരെ വന്നിട്ട് അവിടുന്ന് ഒരു തിരിച്ച് കയറ്റാണ് ഉണ്ടായത്. R1, R2, R3 ഡീസൻ്റ് ആയിട്ട് 3 R4 വരെയും നമുക്ക് ഒരു ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഔട്ട് ഓഫ് റേഞ്ച് ആയിട്ടാണ് ഓപ്പൺ ആയത്. നേരെ നമ്മുടെ ബ്രേക്ക്ഔട്ട് ലെവലിൽ താഴെ വന്നു. S1 വന്നില്ല. യെസ്റ്റർഡേ ലോയിൽ വന്ന് സപ്പോർട്ട് എടുത്തു. പിന്നെ ബ്രേക്ക്ഔട്ട് ലെവൽ വരെ പോയി ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ട് അതിലും ഫിൻ നിഫ്റ്റിയിലും ഇന്ന് അത്യാവശ്യം
പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഓവറോൾ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നമുക്ക് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ എവിടെ തന്നെ നോക്കിയത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചിരിക്കുന്ന ആ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇതുണ്ടല്ലേ 3 ക്യാൻഡിൽ എൻഗൾഫിംഗ് ആയിട്ട് ബെയറിഷ് എൻഗൾഫിംഗ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതേ സിനാരിയോ തന്നെയാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒരല്പം വ്യത്യാസമുണ്ട് ഇതിൽ. എന്താണ് കുഴപ്പം? ബെയറിഷ് എൻഗൾഫിംഗ് തന്നെയാണ്. പക്ഷേ ഇവിടെ ആഫ്റ്റർനൂൺ സെഷനിൽ ഇവിടെ ഒരു റിക്കവറി സംഭവിച്ചിട്ടുണ്ട്. ക്യാൻഡിൽസ് താഴോട്ട് പോയി, രാവിലെ താഴോട്ട് ഇറങ്ങി വന്നെങ്കിലും പിന്നീട് അവിടുന്ന് ഒരു ബൈങ് പ്രഷർ വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് നോക്കാം എവിടെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ഇതാണ് നിഫ്റ്റിയുടെ ചാർട്ട്. ഇതുണ്ടല്ലേ, ഇവിടുന്ന് മോർണിംഗിൽ നന്നായിട്ട് താഴോട്ട് വന്നു. പിന്നെ ഇവിടുന്ന് എത്ര മണിക്കാണ്? ഒരു 10 മണിയോടുകൂടി ആ റിക്കവറി തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ വന്ന് നിൽക്കുന്നത് യെസ്റ്റർഡേ ലോവിൻ്റെ താഴെ തന്നെയാണ്, അതേപോലെ ബ്രേക്ക്ഔട്ട് ലെവലിൻ്റെ താഴെയാണ്. പക്ഷേ നാളെ ഈ ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നാളെ 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ഇവിടെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ ഇതേപോലെ വരും, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ബെയറിഷ് ഒരു ക്യാൻഡിൽ വന്നിട്ട് താഴെ 17,487 റേഞ്ചിലേക്ക് ഇറങ്ങിപ്പോകും മാർക്കറ്റ്. ഇത് എനിക്ക് തോന്നുന്നു നാളെ ഒരു എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലായിരിക്കും വരിക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 17,718 എന്ന ഈ ഒരു റെസിസ്റ്റൻസിനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കയറി വന്നിട്ട് ഇതിനെ കട്ട് ചെയ്തു. 17,718 കട്ട് ചെയ്തിട്ട് ഇവിടെ ഒരു റീടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടത്തുന്നത്. ഇനി തിരിച്ച് ഇതേപോലെ കയറി പോകണം എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. മാർക്കറ്റാണ് എന്ത് സംഭവിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രവചനങ്ങൾ ഞാൻ പറയുന്നത് വലിയൊരു പ്രവാചക വേദവാക്യമായിട്ടൊന്നും ആരും കണക്കൂട്ടേണ്ടതില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്ന അനുമാനങ്ങളാണ് ഞാൻ പറയുന്നത്. റെയർ കേസ് സിനാരിയോയിൽ ഇതേപോലെ ഒരു റെഡ് ക്യാൻഡിൽ താഴെ വന്നേക്കാം, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ നമുക്ക് ഒരു എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ ഇവിടെ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക് എന്താ സംഭവിക്കുന്നത് നാളെ എന്നുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ മിനിഞ്ഞാന്ന് സംസാരിച്ചിരുന്നു, നമുക്ക് നെക്സ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ കൺഫേം അന്ന് പറഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ. ഇവിടെ നേരെ വന്നു, ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഇനി ഒരു റീടെസ്റ്റിംഗ് ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, ഇത്രയും താഴേക്ക് വരാൻ സാധ്യതയില്ല. ഇവിടുന്ന് ഈ വന്ന സ്ഥിതിക്ക് ഇതാ ഈ വന്നത്, ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് കയറി പോവുകയാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നാളെ സാധ്യതയുള്ളത്. ഇതിന് ഒരു എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ ഇതിന് മുകളിലോട്ടോ താഴോട്ടോ പോകാൻ, അതായത് ഇതിന് ഹൈ കട്ട് ചെയ്യാനുള്ള സാധ്യത ഒഴിവാക്കി നിർത്താം. നമുക്ക് ഒന്നുകിൽ എൻഗൾഫിങ് അല്ലെങ്കിൽ ഇതിൻ്റെ താഴെയായിട്ടുള്ള ഒരു ക്യാൻഡിലാണ് നമുക്ക് നാളെ കിട്ടുക. ഇനി ഫിൻനിഫ്റ്റി ആണെങ്കിൽ ഫിൻനിഫ്റ്റി നമ്മൾ അതുപോലെ അത്ര സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യാത്തതാണെങ്കിൽ കൂടി നോക്കുകയാണെങ്കിൽ ഇതേ ഇപ്പം ബാങ്ക് നിഫ്റ്റിയുടെ സംഭവം പറഞ്ഞതുപോലെ തന്നെയാണുള്ളത്. പക്ഷേ ഇവിടെ ക്യാൻഡിൽ ഹൈ കയറി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ അവിടെ എത്തിയിട്ടില്ല, അതിന് മുമ്പേ താഴോട്ട് ഇറങ്ങിപ്പോയി. സോ നോക്കാം നമുക്ക് നാളെ ഇനി ഈ ഒരു 18,690 ടച്ച് ചെയ്യുന്നുണ്ടോ, അവിടെ നിന്ന് റിക്കവറി ആകുമോ. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു മനസ്സിൽ വരുന്നൊരു സംഭവം ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ വരാനാണ് സാധ്യത. അതായത് ഇത് ഏതാണ് വാല്യൂ 18,910 മുകളിലോട്ട് ഇന്നത്തെ ക്യാൻഡിലിന് എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു ക്യാൻഡിൽ കയറി വരാനാണ് സാധ്യത എന്ന് തോന്നുന്നു. എന്തായാലും നാളത്തെ മാർക്കറ്റ് ഡാറ്റ നമുക്ക് നാളെ തന്നെ നോക്കി കണ്ടറിയാം. ഇൻട്രാഡേ ട്രേഡാണ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ഉണ്ടാക്കുക, മിനിമം പ്രോഫിറ്റ് ആയാലും എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.